ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 അപ്ഡേഷൻ ഞാൻ പറയത്തില്ല, ഒരു വിലയിരുത്തലാണിത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച നമുക്ക് ഹോട്ടൽ ടാസ്ക് നടന്നു. ഹോട്ടൽ ടാസ്കിനകത്ത് കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസും അതിഥികളുടെ പെർഫോമൻസൊക്കെ നമുക്കൊന്ന് വിലയിരുത്തിയാലോ. നമുക്കറിയാം, നമ്മൾ വർഷങ്ങളായിട്ട് ബിഗ് ബോസ് കാണുമ്പോൾ അതിനകത്ത് എപ്പോഴും ഈ ഹോട്ടൽ ടാസ്ക് വരാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഹോട്ടൽ ടാസ്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എൻ്റെ സംശയം ഇപ്പോഴും ഇതാണ്, ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് പോണ ആൾക്കാർ ഇതിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള ടാസ്കുകളെക്കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കില്ലേ പോണേ. കാരണം ക്ലാസിക്കൽ ടാസ്കുകൾ നമ്മളെപ്പോഴും ഒന്ന് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കുക. അതവിടെ ഒരു സ്പേസ് ഉണ്ട്, സ്ക്രീൻ സ്പേസ് എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കുറച്ച് നമുക്ക് കയ്യിൽ നിന്നൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഹോട്ടൽ ടാസ്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ കണ്ടുവന്നിരുന്ന ഹോട്ടൽ ടാസ്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഈ ഹോട്ടൽ ടാസ്ക് നമുക്ക് ഫീൽ ചെയ്തത്. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം അല്ലേ. നമുക്കറിയാം, ഇതിനകത്ത് കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല പെർഫോമൻസ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയൊരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ബിഗ് ബോസ് ഹൗസിൻ്റെ അടുത്ത് എനിക്ക് തോന്നിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഈ ക്യാരക്ടേഴ്സ് എല്ലാ ദിവസവും ഇവർക്ക് സെയിം ക്യാരക്ടേഴ്സ് കൊടുത്തു. ലക്ഷ്മി ആ ടാസ്ക് തുടങ്ങി അവസാനിക്കണ വരെ അങ്ങനെ തന്നെ നിന്നു. ഇതിന് പകരം ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ 1.5 ദിവസത്തേക്ക് ഈ ടാസ്ക് ഇന്ന ആൾ, അടുത്ത ദിവസം വേറൊരാൾ. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ലക്ഷ്മി ആയിരുന്നു ജനറൽ മാനേജർ. ഈ ലക്ഷ്മിയുടെ ജനറൽ മാനേജർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് കുറച്ച് അല്ലെങ്കിൽ 1.5 ദിവസം കഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് അനീഷിനെയോ ഷാനവാസിനെയോ ഷിഫ്റ്റ് ചെയ്യണം. ഇടയിൽ നിന്നല്ല, ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളെ ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് ഇടുമ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക, ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ അതിലെയും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും ചെയ്ത ആ ക്യാരക്ടർ ഷിഫ്റ്റ് ചെയ്തിരുന്ന് നമുക്ക് അഡീഷണൽ പെർഫോമൻസ് വരുമായിരുന്നു. ഇവിടെ പറ്റിപ്പോയൊരു കാര്യം എന്ന് വെച്ചാൽ, പേഴ്സണൽ ഗ്രഡ്ജ് ഭയങ്കരമായിട്ട് എടുത്ത് കാണിച്ചൊരു ടാസ്ക് ആയിരുന്നു അത്. എല്ലാവരുടെ ഉള്ളിൽ ദേഷ്യവും വിദ്വേഷമൊക്കെ ഉണ്ട്. ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടിന്യൂസ് നമുക്കിതിനകത്ത് കാണാൻ പറ്റി. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ശരിക്കും തെളിഞ്ഞു കാണുന്നൊരു കാര്യം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അനു എന്ന് പറയുന്ന ആളെ എത്ര നന്നായിട്ട് ഗെയിം കളിച്ചാൽ, എന്ത് നല്ല സ്റ്റാൻഡ് എടുത്താലും, എന്തൊക്കെ ചെയ്താലും, പക്ഷേ വീട്ടിലുള്ള ഭൂരിഭാഗം പേർക്കും അനുവിനോട് ഒരു നെഗറ്റീവ് ഫീലാണുള്ളത്. അനു പറയുന്ന ഒരു കാര്യങ്ങളും വിലക്കെടുക്കാത്ത അല്ലെങ്കിൽ മുഖവിലക്കെടുക്കാത്തൊരു സംഭവം നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടെ അനു ജനറൽ മാനേജറിൻ്റെ താഴെയുള്ള മാനേജർ പോസ്റ്റിലോട്ടാണ് വന്നത്. അതിന് താഴെയാണ് അക്ബർ, റെന എന്നിവരൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, അനു പറയുന്ന പല കാര്യങ്ങളും അനുസരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. കഴിയുന്നില്ല എന്നല്ല, ഇവർ തയ്യാറാകുന്നില്ല. ഓർഡർ കൊടുക്കുമ്പോൾ അത് ഫോളോ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പേഴ്സണൽ ക്രഡ്ജ് അവിടെ ഉള്ളത് കൊണ്ടിട്ടാണ്. അതേസമയത്ത് ഈ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തൊക്കെ വന്നിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഭംഗിയായാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിച്ചു. ഇപ്പോൾ അനുവിൻ്റെ ക്യാരക്ടർ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് അന്നേരം തുടങ്ങിയിട്ട് ഫിനിഷ് ചെയ്യുന്നവരെയും സെയിം ക്യാരക്ടർ പിടിച്ചു. ഒരു സ്ഥലത്ത് പോലും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ക്യാരക്ടറിനെ വിട്ടുകളഞ്ഞായിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. തന്നെ അനുസരിക്കാത്തത് തൻ്റെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തും പറ്റാവുന്ന അത്ര മനോഹരമായിട്ടാണ് ആ ടാസ്ക് ചെയ്തത്. എനിക്ക് അനുവിനാണ് ഫീൽ ചെയ്തത്. പിന്നെ ലക്ഷ്മിയും ത്രൂ ഔട്ട് ആ ക്യാരക്ടർ ഫോളോ ചെയ്യാൻ നോക്കി. വിട്ടുപോയത് ഒരു സ്ഥലത്താണ്, 1-2 സ്ഥലത്ത് ലക്ഷ്മിക്ക് പാളിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അനീഷും ഷാനവാസും ക്യാരക്ടർ ത്രൂ ഔട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് അവസാന നിമിഷം ആ സംഭവം റിയാസിൻ്റെ ഒരു പ്രൊവോക്കിംഗ് ഗെയിം കൊണ്ട് ഒന്ന് നഷ്ടപ്പെട്ടെങ്കിലും അവരും ത്രൂ ഔട്ട് അത് ഹാൻഡിൽ ചെയ്തു. പിന്നെ നമ്മുടെ നൂറ ആൻഡ് അഭിഷേക് അവർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാസ്കുകളെല്ലാവരും കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നും എപ്പോഴും ഈ ഒരു സാധനം ഈ ക്യാരക്ടറിൽ നിന്ന് അവർ വിട്ടുമാറിയിട്ടുണ്ട് ബാക്കി എല്ലാവരും. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, വന്ന ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ടൊന്നും മനസ്സിലായില്ല. അതായത് ഇപ്പോൾ ജനറൽ മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഇങ്ങനെ വരിയായിട്ട് നിർത്തി, ലൈനപ്പായിട്ട് നിർത്തി, ലാസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നിർത്തി ആ ഒരു എന്താ പറയുക, ആ ഒരു ഭംഗി കാണിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ജനറൽ മാനേജറും സ്റ്റാഫൊക്കെ കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഹോട്ടലെന്ന് പറഞ്ഞാൽ അതിനൊരു അടുക്കും ചിട്ടയുണ്ട്. അവിടെ ഏറ്റവും ആദ്യം വരേണ്ടത് ജനറൽ മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, ഷെഫ്, പിന്നെ അങ്ങനെയാണ് പോകുന്നത്. അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ആളാണ് ആദിലയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ആര്യൻ്റെ ക്യാരക്ടറും. അപ്പോൾ ഈ റൂള് പറയുമ്പോൾ അനുസരിക്കാനും, അല്ലെങ്കിൽ ഈ ജനറൽ മാനേജറെ എന്താ പറയുക, ഇഷ്ടം നേടാനും, അല്ലെങ്കിൽ ജനറൽ മാനേജറിൻ്റെ അടുത്ത് കൂടി മറ്റൊരു എന്താ പറയുക സ്ഥാനക്കയറ്റം ഉണ്ടാക്കാനായിട്ടൊക്കെ ഉള്ളൊരു ശ്രമങ്ങളൊക്കെ ഇവർക്കൊക്കെ ചെയ്യാമായിരുന്നു.
ഇവിടെ അഭിഷേകും അതുപോലെ തന്നെ നൂറയും ബാത്റൂം ക്ലീനിങ് ആയിരുന്നു അവർക്ക് കിട്ടിയത്. അവർ പക്കയായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്തു, പുതിയൊരു റൂളൊക്കെ കൊണ്ടുവന്ന് അടിപൊളിയാക്കി ചെയ്തു. പക്ഷേ ഇവരൊരുപാട് സമയം അവിടെ വേസ്റ്റായിട്ടിരിക്കുകയാണ്, ഒരുപാട് സമയം. ആ സമയം അവർക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് അവരുടെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്രിയേറ്റിവിറ്റി കൊണ്ടുവരികയായിരുന്നെങ്കിൽ കുറച്ചും കൂടി മനോഹരമാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ മാനേജർ വരുന്ന സമയത്ത്, അല്ല ജനറൽ മാനേജർ വരുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന പോലെ തന്നെ അവർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവരെ ഒന്ന് സോപ്പിട്ട്, അവരെ ഒന്ന് പുകഴ്ത്തി, അവരുടെ ജോലിയിലുള്ള കയറ്റം വേണമെന്നോ അല്ലെങ്കിൽ മാഡത്തിന് ഇങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ഒരു സ്ക്രീൻ സ്പേസ് ഒക്കെ അവർക്ക് എടുക്കുമായിരുന്നു. ഇവിടെ അത് പറ്റിയില്ല. പിന്നെ സാബുമാൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രതിമയായിട്ടാണ് കിട്ടിയത്, പക്ഷേ ഒരു മാജിക്കൽ പവർ ഉണ്ട്. എനിക്ക് തോന്നുന്നു സാബുമാൻ ആ മാജിക്കൽ പവർ യൂസ് ചെയ്തിട്ടേ ഇല്ല. സാബുമാൻ അവിടെ ആകെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഉള്ളിലൊന്ന് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ അവസരം നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ നമുക്ക് ഒട്ടും വില കുറച്ച് കാണാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ വെയിലത്ത് അത്രയും നേരം നിൽക്കാന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു നിപ്പ് തന്നെയായിരുന്നു. അതിലൊരിക്കലും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ അതല്ലാണ്ട് ആ മാജിക്കൽ പവർ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആക്കാമായിരുന്നു. അല്ലെങ്കിൽ വന്ന് ആ പൂളിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരെ കുറച്ചൊന്ന് എന്താ പറയുക, ഒരു മാജിക്കൊക്കെ കാണിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നിയൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നെവിൻ്റെ ക്യാരക്ടറാണ്. രണ്ട് ക്യാരക്ടറിനകത്തും, അതായത് ഈ രണ്ടാമത്തെ ദിവസം നെവിൻ ഒരു പേഴ്സണൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടായി. ആ സമയത്തെല്ലാം നവീൻ എന്താ പറയുക, ഒരു കറക്റ്റായിട്ടുള്ളൊരു സംഭവം ഫോളോ ചെയ്തെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ട് ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി എന്താ പറയുക, ആ ഗെയിമൊക്കെ അങ്ങനെ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ പോട്ടെ ഇതൊക്കെ വിചാരിച്ചിട്ട് പോയൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ വന്ന ഗസ്റ്റിന് ഫേവേഴ്സ് ഉണ്ട്. ഫേവറേറ്റ് ആയിട്ട് ആൾക്കാരെയാണ്, അതായത് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉള്ളിൽ നിൽക്കാതെയാണ് ഈ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള, അതായത് പഴയ കണ്ടസ്റ്റൻസ് അകത്ത് കയറിയത്. ഇപ്പോൾ ശോഭയ്ക്കാണെങ്കിൽ ആര്യനുണ്ട്, ഷിയാസിനാണെങ്കിൽ അനുവുണ്ട്, അതുപോലെ തന്നെ റിയാസിനാണെങ്കിൽ ഈ പറയുന്ന നവീൻ, അതുപോലെ തന്നെ നമ്മുടെ ആദില നൂറ, അങ്ങനെ കുറച്ച് ആൾക്കാർ റിയാസിനും ഉണ്ട്. അപ്പോൾ ഈ ഫേവറേറ്റ്സ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു ഫേവറേറ്റ്സിസം കാണിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എല്ലാവരും ഒരുപോലെ കാണാനായിട്ട് ഈ വന്ന ഗസ്റ്റ് ശ്രമിച്ചിട്ടില്ല. അതിനകത്ത് ശോഭയും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഷിയാസ് കരീമും അവർ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. അവർ ഈ വലിയ രീതിയിനകത്തുള്ള കാര്യങ്ങളും ചെയ്യിച്ചില്ല. പക്ഷേ ശോഭയുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. ആര്യനെ കൊണ്ട് ആ ഡ്രസ്സിൻ്റെ തുമ്പ് പിടിപ്പിച്ചിട്ട് ആര്യനെ ഫുൾ ടൈം പുറകെ കടത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് പിടിച്ച് ആ ഒരു സംഭവം കൊടുത്തൊരു സാധനം കാണിച്ചതിന് ശേഷം അതങ്ങ് ഇട്ട് കളയണമായിരുന്നു. പിന്നെ ഓവറായിട്ട് കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ച് കുളമാക്കി. ഷിയാസ് ആണെങ്കിലും ശരി, ഈ ടാസ്കുകളിനകത്ത് കുറച്ചും കൂടി അവർക്ക് എന്താ പറയുക, അവരെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുക, എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം, എനിക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ഇന്ന കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് അവർ വന്ന് പെർഫോമൻസ് ഒക്കെ ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ള എല്ലാ ചാൻസും അവിടെ ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല. അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സാധനം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ 2 or 3 പ്രാവശ്യമൊക്കെ ഓർഡർ ചെയ്യിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അതൊന്നും ഈ വരുന്ന എന്താ പറയുക, ഷിയാസിനോ അതുപോലെ തന്നെ ശോഭയോ ചെയ്തിട്ടില്ല. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റിയാസ് സലീം കയറിയ നേരം റിയാസ് കയറിയ പാടന്നെ ലക്ഷ്മീനെ ചൊറിയാണ്ട് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ ആ സാധനത്തിന് റിയാസിനോട് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ റിയാസ് കയറിയത് കൊണ്ടും ശോഭ വന്നുകൊണ്ടൊക്കെ ഏറ്റവും ഹൈപ്പിലോട്ട് പോയത് ലക്ഷ്മിയാണ്. ലക്ഷ്മി പോകുന്നതിനകത്തുള്ള കുഴപ്പമല്ല, പക്ഷേ ആ ഒരു ഫ്ലോ നമുക്കങ്ങ് ഫീൽ ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ റിയാസ് ആണെങ്കിലും ശരി, ഫോക്കസ് ചെയ്തിട്ടാണ് വന്നത് 2-3 പേര്. അതായത് ഈ മോറൽ പോലീസിങ് അനുവിൻ്റെ ഒരു പ്രശ്നമാണ്. റിയാസൊക്കെ നമ്മുടെ ഈ ഭയങ്കരമായിട്ട് എന്താ പറയുക, പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ളതുകൊണ്ട് ഈ കുലസ്ത്രീകളായിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ കണ്ണി പിടിക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അകത്ത് കയറിയത്. അതിൽ തന്നെ നമുക്കറിയാം ഷാനവാസ് ഓൾറെഡി തന്നെ ജിസൈലിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആദില നൂറയുടെ അടുത്തൊക്കെ ഈ കമ്മ്യൂണിറ്റീനെ കുറിച്ച് മോശമല്ല പറഞ്ഞിട്ടുള്ളത്. പകരം ഈ പുള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു 90s കാലം എന്നൊക്കെ നമ്മൾ പറയില്ല, അമ്മാവൻ കാലഘട്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് മേ ബി റിയാസ് നോട്ട് ചെയ്ത് വെച്ചങ്ങനെ 2-3 പേരിനകത്ത് ഒന്ന് അനുവും ഒന്ന് ഷാനവാസും ആയിരിക്കണം. കാരണം വളഞ്ഞിട്ട് ആക്രമിച്ച പോലെ എനിക്ക് തോന്നിയൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത പോലെയാണ് തോന്നിയത്. പക്ഷേ ആ പ്രൊവോക്കിനകത്ത് ശരിക്കും അടിപതറിപ്പോയത് റിയാസിന് തന്നെയാണ്. റിയാസ് എല്ലാവരെയും ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട് കുറച്ചും കൂടി മോർ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത് ഓക്കെ ആയിരുന്നേനെ.
ഇവിടെ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അബദ്ധങ്ങൾ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഹോട്ടലിനകത്തും ഒരു എത്ര VIP ആയിട്ടുള്ള ഒരാൾ ഹോട്ടലിൽ റൂം എടുത്താലും ശരി, അവിടെ അയാൾക്ക് ഒബേ ചെയ്യാനുള്ള റൂളില്ല. അതായത് അയാളുടെ താഴെ വരുന്ന അല്ലെങ്കിൽ ആ ഹോട്ടൽ ടാസ്കിനകത്തുള്ള എല്ലാ എന്താ പറയുക, ജീവനക്കാരെ കൊണ്ടും പണിയെടുപ്പിക്കാനായിട്ടുള്ള അധികാരമോ അവകാശങ്ങളോ അല്ലെങ്കിൽ അവരുടെ പൈസ കൊടുക്കില്ല എന്ന് പറയേണ്ട ഒരു കാര്യവും ഈ വരുന്ന ഗസ്റ്റിനില്ല. ഗസ്റ്റിന് പരാതിപ്പെടേണ്ടത് മാനേജേഴ്സിനോടും അസിസ്റ്റൻറ്റ് മാനേജറിനോടും ജനറൽ മാനേജറിനോടാണ്. അവിടം വഴിയായിരിക്കണം അതിനൊരു എന്തുണ്ടാവേണ്ടത്, റിയാക്ഷൻ ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഷാനവാസ് പറഞ്ഞ പോലെ തന്നെ താങ്കൾക്ക് എന്നോടത് ഇത് ചെയ്യാനായിട്ടുള്ള റൂളില്ല. പിന്നെ ഡ്രസ്സ് ചെയ്യാത്ത ഒരാൾ ജോലിയിലോട്ട് കയറേണ്ട ആവശ്യവുമില്ല. എൻ്റെ കോൺസെപ്റ്റ് അത് തന്നെയാണ്. കാരണം ഡ്യൂട്ടി ടൈമായി ജോലിക്ക് പ്രവേശിക്കാനായിട്ട് ഡ്രസ്സ് മാറാൻ പോകുന്ന ഒരാളോട് ഇന്നത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അയാൾ ഡ്രസ്സ് മാറി വന്നിട്ട് ശേഷം ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിലോ ആ ചെയ്യുന്ന എല്ലാ വേസ്റ്റുകളും വരുന്നുണ്ട്. അവിടേക്കാണ് റിയാസിൻ്റെ കയ്യിൽ നിന്ന് കുറേ പോയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ചൊരു പെർഫോമൻസ് ഒന്നും ആരുടെ നിന്നും ഭാഗത്തു നിന്നുണ്ടായില്ല. മികച്ച ഒരു ഹോട്ടൽ ടാസ്ക് ആണെന്നും പറയാൻ പറ്റില്ല. എന്ന് വിചാരിച്ച് നമ്മൾ ഇത്രയും ദിവസം വരെ കണ്ടുവന്നിരുന്ന സീസൺസിനകത്ത് ഹോട്ടൽ ടാസ്ക് ഇങ്ങനെ ആയിരുന്നു, അതിൻ്റെ പേരിൽ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് കണ്ടസ്റ്റൻസ് ഒക്കെ മാറിക്കൊണ്ട് മനോഭാവങ്ങൾ മാറും, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ അംഗീകരിച്ച് നോക്കാം അല്ലേ. ഇപ്പോൾ റോബിൻ്റെയൊക്കെ സീസണിനകത്ത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനകത്ത് ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നുണ്ടാവും. അത് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. ഇപ്പോൾ ആദ്യം ദിൽഷയും ഇതും വന്നെങ്കിൽ പിന്നെ വേറെ ആരോണം അങ്ങനെ ഗസ്റ്റായിട്ട് കയറിയതൊക്കെ അത് കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു ഗസ്റ്റായിട്ട് വന്നതൊക്കെ. അതുകൊണ്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡ് കാണാനായിട്ട്. ഇന്നും മനസ്സിനകത്ത് ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ദിൽഷേനെ നമ്മുടെ മാനേജറായിട്ട് വന്ന ജാസ്മിൻ ഇൻ്റർവ്യൂ ചെയ്യാൻ നേരത്ത് ഭയങ്കര കരച്ചിലല്ലോ സോറി ഭയങ്കരമായിട്ട് ചിരിച്ചു വന്ന സീനുണ്ട്. വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോലും ഇതില്ല എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം എൻ്റെ വീട്ടിലോട്ട് പോകാം ഞാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ട് ചട്ടിയിൽ. അങ്ങനെ ഒരു രസമുള്ളൊരു സംഭവമൊക്കെയാണ് അത്. അപ്പോൾ അത് കണ്ട് നമ്മുടെ മനസ്സിനകത്ത് അത് പതിഞ്ഞുകൊണ്ട് നമ്മൾ ഇനി അത് റിപ്പീറ്റേഷൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം കണ്ടസ്റ്റൻസൊക്കെ മാറിയിട്ടുണ്ട്, അവരുടെ ചിന്താഗതികൾ വേറെയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിലയിരുത്തൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.